ആരാധ്യയെ ഒരു മദ്യപാനിക്കും ചൂതാട്ടക്കാരനും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അവൾ ശ്രമിച്ചു. എന്നാൽ ഭാഗ്യത്തിന് കൃത്യസമയത്ത് സത്യം പുറത്തുവന്നു. ഈ വിഷയത്തിൽ അൻഷുമൻ തന്റെ ഭാര്യയോട് വളരെയധികം ദേഷ്യപ്പെട്ടു. പക്ഷെ അവൾ മാപ്പ് ചോദിക്കുന്നതിന് പകരം തിരിച്ചൊരു നാടകം തന്നെ കളിച്ചു. ഞാൻ ആരാധ്യയുടെ നല്ലതിനു വേണ്ടി മാത്രമാണ് ചിന്തിച്ചത്. അവർ ചതിയന്മാരാണെന്ന് എനിക്ക് എങ്ങനെ അറിയാനാണ്, അവൾ ചോദിച്ചു. പക്ഷെ സത്യം എന്തെന്നാൽ ആ പ്ലാൻ മുഴുവൻ പ്ലാൻ ചെയ്തത് അവൾ തന്നെയായിരുന്നു. അതിനുശേഷം അവൾക്ക് വിവാൻ എന്ന മകൻ ജനിച്ചതോടെ ആ വീട്ടിലെ രാജ്ഞി താനാണെന്ന ഭാവത്തിൽ അവൾ ജീവിക്കാൻ തുടങ്ങി. ഇനി ഈ വീട്ടിൽ എല്ലാവരെക്കാളും കൂടുതൽ വില തനിക്കാണെന്ന് അവൾ വിചാരിച്ചു. പതുക്കെ പതുക്കെ വീട്ടിലുള്ളവർ ആരാധ്യയ്ക്ക് വില കൊടുക്കുന്നത് നിർത്തി. അതിനു മുമ്പ് അംശുമൻ അവൾക്ക് എല്ലാ മാസവും കുറച്ച് പോക്കറ്റ് മണി കൊടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവസ്ഥ എങ്ങനെ മാറിയെന്നാൽ അവൻ തന്നെ അവളോട് പൈസ ചോദിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൾ അവളെ ചിരിപ്പിച്ചുകൊണ്ട് തന്നെ കുത്തിപ്പറഞ്ഞു, ഞാൻ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി പഠിപ്പിച്ചു. ഇപ്പോൾ പോയി ഏതെങ്കിലും ഒരു ജോലി ചെയ്തൂടെ? ദിവസവും വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് തിന്നുകയാണോ? ഈ വാക്ക് ആരാധ്യയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. തന്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റതുപോലെ അവൾക്ക് തോന്നി. ഒരുപാട് ശ്രമിച്ചതിന് ശേഷം അവൾക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടി. ഏകദേശം 2 വർഷത്തോളം അവൾ അവിടെ ജോലി ചെയ്തു. തനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ അവൾ കൊണ്ടുവന്ന് ജ്യേഷ്ഠന്റെ ഭാര്യയായ നൈനയുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു. വളരെ കുറച്ച് പൈസ മാത്രമേ അവൾ സ്വന്തം ആവശ്യത്തിനായി കയ്യിൽ വെച്ചിരുന്നുള്ളൂ. എന്നാൽ മാസാവസാനം നൈന എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ആ പൈസയും അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തു പോകുമായിരുന്നു. എങ്കിലും ആരാധ്യയ്ക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കണമെന്നോ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങണമെന്നോ ഉള്ള ആഗ്രഹമൊന്നും അവൾക്കില്ലായിരുന്നു. അവൾ തന്റെ ജീവിതത്തിൽ കുറച്ച് സമാധാനം മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. അതിനുശേഷമാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കൊടുങ്കാറ്റുണ്ടായത്. പെട്ടെന്ന് യുവാന്റെ ആരോഗ്യം വഷളായി. അംശുമനും നൈനയും ചേർന്ന് യുവാന് ബ്രെയിൻ ക്യാൻസർ ആണെന്നും അവന് ചികിത്സക്കായി ഒരുപാട് പൈസ വേണമെന്നും എല്ലാവരോടുമായി പറഞ്ഞു. അതേസമയത്താണ് ആരാധ്യയ്ക്ക് ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടി. അതറിഞ്ഞപ്പോൾ അംശുമൻ അവളോട് പറഞ്ഞു, നീ നിന്റെ കമ്പനിയിൽ നിന്ന് ഒരു ലോൺ എടുത്തു. ഇവാന അമേരിക്കയിൽ കൊണ്ടുപോയി നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തന്റെ സ്വന്തം കൂടപ്പിറപ്പിന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊന്നും ആലോചിക്കാതെ ആരാധ്യ നേരെ പോയി 50 ലക്ഷം രൂപ ലോൺ എടുത്തു. പക്ഷെ അവിടുത്തെ യഥാർത്ഥ സത്യം മറ്റൊന്നായിരുന്നു. ഇവാന് യാതൊരുവിധ ക്യാൻസറും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം നൈന മെനഞ്ഞെടുത്തൊരു വലിയ പ്ലാനായിരുന്നു. നൈനയും മനുഷ്യമാനും കുറെ കാലമായി പണം കൂട്ടിവെക്കുമായിരുന്നു. എന്നേക്കുമായി അമേരിക്കയിൽ പോയി സെറ്റിലാകാൻ വേണ്ടിയായിരുന്നു അത്. പോകുന്നതിന് മുമ്പ് ആരാധ്യയിൽ നിന്ന് എത്രത്തോളം പണം പിഴിയാമോ അത്രയും പിഴിയണം എന്നായിരുന്നു നൈനയുടെ പ്ലാൻ. കാരണം ഇത്രയും വർഷമായി തന്റെ ഭർത്താവ് ആരാധ്യയെ വളർത്തി വലുതാക്കിയതിൽ എന്നൊരു കണക്കവളുടെ മനസ്സിലുണ്ടായിരുന്നു. ലോണിന്റെ കാര്യത്തെക്കുറിച്ച് ആരാധ്യ തന്റെ കമ്പനി മുതലാളി യുദ്ധപ്രതാപനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു നിബന്ധന വെച്ചു. ഞാൻ നിനക്ക് 50 ലക്ഷം രൂപ തരാൻ തയ്യാറാണ്. പക്ഷെ അതിന് പകരമായി നീ എന്റെ മകൻ യുവാന്റെ കാര്യം നോക്കണം. അടുത്ത 5 വർഷത്തേക്ക് പൂർണ്ണമായും നീ എന്റെ വീട്ടിൽ ഒരു തടവുകാരിയെ പോലെ കഴിയേണ്ടി വരും. എന്റെ മകന് വേണ്ടി ഞാൻ ഇതുവരെ ഒരുപാട് ആയമാരെ മാറ്റി നോക്കി. പക്ഷെ ആരും യുവാന്റെ കൂടെ തുടർച്ചയായി നിൽക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് 50 ലക്ഷം രൂപ തരുന്നത്. നീ എന്റെ വീട്ടിൽ സ്ഥിരമായി താമസിച്ച് യുവാനൊരു അമ്മയെ പോലെ അവനെ നോക്കണം. ഇതിനായി നീ ഒരു കരാറിൽ ഒപ്പിടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരാധ്യയുടെ മുന്നിൽ ഒരു ഫയൽ വെച്ചു. ആ കരാറിൽ ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാന കണ്ടീഷൻ ആരാധ്യ രുദ്രനെ വിവാഹം കഴിക്കണം എന്നതായിരുന്നു. എന്നാൽ ആ സമയത്ത് കടുത്ത മാനസിക വിഷമത്തിലും നിസ്സഹായാവസ്ഥയിലുമായിരുന്ന ആരാധ്യ ഫയലിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പോലും വായിച്ചു നോക്കാതെ ഒപ്പിട്ട് കൊടുത്തു. പിന്നീട് സത്യാവസ്ഥകൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് തനിക്ക് പറ്റിയ വലിയ അബദ്ധം അവൾക്ക് മനസ്സിലായത്. പക്ഷെ അപ്പോഴേക്കും എല്ലാം ഒരുപാട് വൈകിപ്പോയിരുന്നു. മനുഷ്യന്മാരും നൈനയും തങ്ങളുടെ മകൻ ഇവാനെയും കൂട്ടി അമേരിക്കയിലേക്ക് പോയി. പോകുന്നതിന് മുമ്പ് ഒരാൾ ആരാധ്യയോട് പറഞ്ഞിരുന്നു, കുറച്ച് ദിവസം നീ നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിൽക്ക്, ഞങ്ങൾ വേഗം മടങ്ങി വരാമെന്ന്. പക്ഷെ അതൊക്കെ വെറും കള്ളച്ചതിയും സമാധാനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ വാക്കുകളുമായിരുന്നു എന്ന് ആരാധ്യയ്ക്ക് ഇപ്പോൾ മനസ്സിലായി. തന്റെ വിശ്വാസത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞ ഒരു വഞ്ചനയായിരുന്നു അത്. ഇപ്പോൾ അവൾക്ക് ഓരോ ബന്ധനങ്ങളും വെറും കള്ളമാണെന്ന് തോന്നി തുടങ്ങി. സ്വന്തം എന്ന് കരുതിയവർ തന്നെ ഇങ്ങനെ സ്ഥിതിക്ക് പുറത്തുള്ളവരിൽ നിന്നും അവർ എങ്ങനെ നന്മ പ്രതീക്ഷിക്കും? പിറ്റേന്ന് രാവിലെ ആരാധ്യ ഉണർന്നപ്പോൾ അവൾക്ക് കഠിനമായ തലവേദന അനുഭവപ്പെട്ടു. ശരീരത്തിനാകെ അസ്വസ്ഥത, വീണ്ടും വീണ്ടും ഓക്കാനം വരുന്നത് പോലെ അവൾക്ക് തോന്നി. ഒടുവിൽ ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൾ ബാത്റൂമിലേക്ക് ഓടി. അവൾ വല്ലാതെ ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ചകലെ മാറി നിൽക്കുകയായിരുന്ന കമലത്തെ ശ്രദ്ധിച്ചത്. കമല പരിഭ്രമത്തോടെ ചോദിച്ചു, മോളെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നമുക്ക് ഡോക്ടറെ കാണാൻ പോണം. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആരാധ്യ കൈകൊണ്ട് കാണിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു. അപ്പോഴാണ് കമല പെട്ടെന്നത് പറഞ്ഞത്. എനിക്കറിയാം മോളെ, നിനക്കും രുദ്രപ്രതാപ് സാറിനും ഇടയിലുള്ളത് വെറും ഒരു മുതലാളി തൊഴിലാളി ബന്ധം മാത്രമല്ല എന്ന്. അത് കേട്ടതും ആരാധ്യയുടെ കാലുകൾ അവിടെ തന്നെ തറഞ്ഞുപോയി. അവൾ അത്ഭുതത്തോടെ കമലയെ നോക്കി. കമല തുടർന്നു, മോൾ പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ ഇത് ആരോടും പറയില്ല. സാർ നിന്നെ നോക്കുന്ന നോട്ടം മറ്റെന്തോ ആണെന്ന് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ശ്രദ്ധിച്ചതാണ്. സാറിന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് നിന്നെ കൂടെ കൊണ്ടുപോകാതിരുന്നത്?
ശരിക്കും നിങ്ങളുടെ കല്യാണം എപ്പോഴാണ് കഴിഞ്ഞത്? കമല ഇങ്ങനെ തുരതുര ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ആരാധ്യ ക്ഷീണത്തോടെ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, അത് കല്യാണമല്ല, വെറുമൊരു കരാറാണ്. കരാറോ? എന്ത് കരാറാണ് മോളെ? കമലക്കൊട്ടും മനസ്സിലായില്ല. അതൊന്നുമില്ല, വിട്ടേക്ക്. ആരാധ്യ വിഷയം അവിടെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ കമല വീണ്ടും പറഞ്ഞു, സാർ വരും, അത് കഴിഞ്ഞ് നിങ്ങളുടെ കല്യാണം വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കും. പക്ഷെ സാവിത്രി ദേവി അമ്മയെ സമാധാനിപ്പിക്കാൻ കുറച്ച് പാടുപെടേണ്ടി വരും. കാരണം അവർക്ക് നിങ്ങൾ ഒട്ടും ഇഷ്ടമല്ലല്ലോ. കമല അങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ആരാധ്യക്ക് വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി. ഒടുവിൽ കമല അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡോക്ടർ പറഞ്ഞ വാക്കു കേട്ടതും ആരാധ്യയുടെ കൽക്കയിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെയാണ് തോന്നിയത്. അവൾ ഒരമ്മയാകാൻ പോകുന്നു. നമുക്ക് ഈ വിവരം സാവിത്രി ദേവി അമ്മയോട് പറയണം, കമല പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും ആരാധ്യ ഭയന്നു പോയി. നിനക്കെന്താ ഭ്രാന്തായോ? നീ എന്തൊക്കെയാ പറയുന്നേ? ആരാധ്യ പരിഭ്രമത്തോടെ ചോദിച്ചു. ഒരു പക്ഷെ ആർക്കെങ്കിലും വിവരം അറിഞ്ഞാൽ ഇവിടെ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാവും. നമ്മുടെ കല്യാണത്തെക്കുറിച്ച് ആരോടും ഒന്നും പറയരുതെന്നാണ് നൃത്തപ്രതാപ് സാർ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. കമല കുറച്ചു നേരം മിണ്ടാതിരുന്നു. അതിനുശേഷം പതുക്കെ ചോദിച്ചു, അങ്ങനെയെങ്കിൽ പിന്നെ ഈ കല്യാണം കൊണ്ട് എന്താണ് അർത്ഥമുള്ളത്? അദ്ദേഹം നിങ്ങളെ വെറും ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണോ കല്യാണം കഴിച്ചത് എന്ന് ചോദിച്ചു. അവൾ പെട്ടെന്ന് തന്നെ മൗനമായി. ആ മുറിയിൽ ഒരു കടുത്ത നിശബ്ദത പടർന്നു. തൊട്ടടുത്ത നിമിഷം ആരാധ്യ കമലെ കെട്ടിപ്പിടിച്ച് വിങ്ങി കരയാൻ തുടങ്ങി. ഞാൻ ഈ കുഞ്ഞിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഇതില്ലാതാക്കാനുള്ള ധൈര്യവും എനിക്കില്ല. ഒരു പക്ഷെ എനിക്ക് ഇതെല്ലാം സഹിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരിക്കാം, അവൾ തകർന്ന ശബ്ദത്തോടെ കരട്ടിക്കൊണ്ട് പറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം അവർ രണ്ടുപേരും തിരികെ വീട്ടിലെത്തി. അവിടെ സാവിത്രിദേവി ഉണ്ടായിരുന്നു. ഞങ്ങൾ നിനക്ക് ഇത്രയും വലിയ തുക ശമ്പളമായി തരുന്നത് വെറും കൈത്തൊട്ടായിട്ടല്ല. എന്റെ കൊച്ചുമകൻ യുവാന്റെ കാര്യം നോക്കാൻ മാത്രമാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇനി മുതൽ ഈ വീട്ടിലെ ബാക്കി ജോലികൾ കൂടി നീ തന്നെ ചെയ്യണം. അവർ പറയുന്നത് കേട്ട് ആരാധ്യ ആകെ ഞെട്ടിപ്പോയി. പക്ഷെ ഇതൊന്നും നമ്മൾ ഒപ്പിട്ട കരാറിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നു മുതൽ അടുക്കള കാര്യം പൂർണ്ണമായും നീ നോക്കണം. രാത്രിയിലെ ഡിന്നറും രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കുക എന്റെ ഉത്തരവാദിത്തമാണ്. ആരാധ്യ എന്തെങ്കിലും തിരിച്ചു പറയാൻ ആഞ്ഞതാണ്. പക്ഷെ സാവിത്രി ദേവി അവളെ ദേഷ്യപ്പെട്ട് മിണ്ടാതിപ്പിച്ചു. ആരാധ്യ പൊതുവെ വളരെ ശാന്തനായ, അധികം സംസാരിക്കാത്ത, ആരോടും തർക്കിക്കാൻ നിൽക്കാത്ത ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആ സാഹചര്യത്തോട് പൂർണ്ണമായും പൊരുത്തപ്പെടാൻ ശ്രമിച്ചു. അതിനിടയിൽ ഗർഭിണിയായതുകൊണ്ട് ആരാധ്യയുടെ ആരോഗ്യം തീരെ മോശമായിരുന്നു. ക്ഷീണവും ഛർദ്ദിയും കാരണം അവൾ ഉള്ളിൽ കൊണ്ട് ആകെ തളർന്നു പോയിരുന്നു. ഈ അടുത്തായി അവൾ പലതവണ ധൃതിയോട് സംസാരിക്കാൻ ശ്രമിച്ചതുമാണ്. എന്നാൽ ഒരു തവണ അവളുടെ ശബ്ദം കേട്ടയുടനെ അവൻ ഫോൺ കട്ട് ചെയ്തു. അത് കേട്ടപ്പോൾ ആരാധ്യയുടെ നെഞ്ച് തകർന്നു പോയി. അന്ന് രാത്രി അവൾ ഒരുപാട് കരഞ്ഞു. അവളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ പ്രതീക്ഷകളും തെറ്റിദ്ധാരണകളും അവൾ അതോടെ ഉപേക്ഷിച്ചു. പിന്നീട് അവൾ സ്വയം ജോലികളിൽ മുഴുകാൻ തുടങ്ങി. ആദ്യം യുവാന്റെ കാര്യങ്ങൾ നോക്കും. അത് കഴിഞ്ഞാൽ വീട്ടിലെ ബാക്കി ജോലികൾ ചെയ്യും. രാത്രിയാകുമ്പോഴേക്കും പാടെ തളർന്ന് കിടക്കയിലേക്ക് വീഴും. അങ്ങനെ നോക്കി നിൽക്കെ 7 മാസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ അവളുടെ ശരീരത്തിലും മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങിയിരുന്നു. വയറൊക്കെ നന്നായി പുറത്തേക്ക് കാണാമായിരുന്നു. ഈ വീട്ടിൽ ഇത്രയധികം സ്ത്രീകളുള്ളപ്പോൾ ഈ കാര്യം അധികം ഒളിച്ചു വെക്കാൻ കഴിയില്ലല്ലോ. ഒടുവിൽ ഈ വിവരം സാധ്യതയുടെ കാതിലുമെത്തി. അവൾ ഉടനെ തന്നെ ആരാധ്യയെ അടുത്തേക്ക് വിളപ്പിച്ചു. സ്വഭാവ ഗുണമില്ലാത്ത സ്ത്രീകൾക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ലെന്ന കാര്യം നിനക്കറിയാമല്ലോ അല്ലേ? അവൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷെ അത്ഭുതം എന്തെന്ന് വെച്ചാൽ നീ ഈ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ 7 മാസമായി. എന്നിട്ടും ഞാൻ നിന്നെ ഇതുവരെ കഴുത്തിന് പിടിച്ച് വെളിയിലേക്കും തള്ളിയിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആരാധ്യയുടെ ശബ്ദം പേടിക്കൊണ്ട് വിളിച്ചു. നീ കേട്ടത് തന്നെയാണ്, സാവിത്രിദേവി വളരെ ശാന്തമായി പറഞ്ഞു. സത്യത്തിൽ നിന്നെ ഈ വീട്ടിലേക്ക് കയറ്റാനേ പാടില്ലായിരുന്നു. നിന്നെപ്പോലെ മോശ സ്വഭാവമുള്ള പെണ്ണുങ്ങൾ ആളുകൾ സ്വന്തം വീട്ടിലെന്നല്ല അയൽപക്കത്ത് പോലും അടുപ്പിക്കില്ല. സാവിത്രിദേവി ദേഷ്യത്തോടെ ആരാധ്യയുടെ മുടുക്ക് കുത്തിപ്പിടിച്ച് മുറിക്ക് വെളിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ആരാധ്യ വേദന കൊണ്ട് നിലവിളിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു. പ്ലീസ്, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്റെ കുഞ്ഞ്. അവൾ കരഞ്ഞുകൊണ്ട് തന്റെ വയറ്റിൽ കൈവച്ചു. നിന്നെയും നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെയും ഞാൻ ഇല്ലാതാക്കും. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിന്റെ മാനം ഞാൻ കെടുത്തു. നിന്നെ പോലെയുള്ള ഒരെണ്ണം ഈ വീട്ടിലേക്ക് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആരാധ്യയെ ശക്തിയായി തള്ളി. പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ അവൾ താഴെ വീഴാതെ ആരോ കൈകളിൽ താങ്ങിപ്പിടിച്ചു. അതോടെ സാവിത്രിദേവി അവിടെ തന്നെ സ്തംഭിച്ചു നിന്ന് പോയി. രുദ്രപ്രതാപ് അവർക്ക് മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. അവൻ അത്ഭുതത്തോടെ ഒരു തവണ ആരാധ്യയും ഒരു തവണ തന്റെ അമ്മയെ നോക്കി. പേടിയും ടെൻഷനും കാരണം ആരാധ്യ അവന്റെ കൈകളിലേക്ക് തന്നെ ബോധം കെട്ടു വീണു. ഇവിടെ എന്താണ് നടക്കുന്നത്? രുദ്ര അവിടെ താങ്ങിപ്പിടിച്ച് സോഫയിൽ കിടത്തിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു. അവിടെ മേൽ കൈവെക്കാൻ നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ടായിരിക്കണം? ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞതല്ലേ അവൾ നന്നായി നോക്കിക്കൊള്ളണമെന്ന്, അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന്. പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? എനിക്കിതിനുള്ള മറുപടി കിട്ടണം. ഈ പെണ്ണൊരു സ്വഭാവമില്ലാത്തവളാടാ.
ഇതാരുടെയോ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്നവളാണ്. കഴിഞ്ഞ 7 മാസമായി ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞിട്ടും നമ്മളിതൊന്നും അറിഞ്ഞതേയില്ല. സാവിത്രി ദേവി ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും രുദ്രന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു. അവൾ എന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവളാണ്. അവൾ എന്റെ ഭാര്യയാണ്. അവളുടെ വയറ്റുള്ളത് എന്റെ കുഞ്ഞാണ്. അത് കേട്ടതും സാവിത്രി ദേവി അന്തം വിട്ടു നിന്നു. നീ ഈ പറയുന്നതൊക്കെ എന്താണ്? തമാശ പറയുകയാണോ? അല്ല, ഞാൻ പൂർണ്ണമായും സത്യമാണ് പറയുന്നത്. ഞാൻ അവളെ കല്യാണം കഴിച്ചതാണ്. അവൾ എന്റെ ഭാര്യയാണ്. ഇല്ല, നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അവളുടെ ശബ്ദം ഇടറി. നിങ്ങൾ അവളെ ഒരുപാട് ഉപദ്രവിച്ചു. അതിന് പകരമായി നിങ്ങൾ അവളോട് മാപ്പ് പറയണം. ഞാൻ ഈ താഴ്ന്ന തരത്തിലുള്ള പെണ്ണിനോട് മാപ്പ് പറയാനോ? ഞാൻ ഒരിക്കലും പറയില്ല, അവൾ പറഞ്ഞു. രുദ്ര ഒന്നും മിണ്ടാതെ ആരാധ്യയുടെ കൈകളിൽ കോരിയെടുത്ത് തന്റെ മുറിയിലേക്ക് നടന്നു. അവളുടെ കൈകളിലും ശരീരത്തിലുമുള്ള മുറിപ്പാടുകൾ കണ്ടപ്പോൾ അവന്റെ നെഞ്ചുള്ളിൽ നിന്ന് പിടഞ്ഞുപോയി. യുവാൻ മുറിയിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. അവൻ മുൻപത്തേക്കാൾ നല്ല ആരോഗ്യത്തോടെ കാണാൻ ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അവൻ മെല്ലെ ആരാധ്യയുടെ കവളികളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ നിന്നെ തനിച്ചാക്കി പോകരുതായിരുന്നു ആരാധ്യ, എന്നോട് ക്ഷമിക്കും. അവൻ വളരെ സ്നേഹത്തോടെ അവളുടെ തലമുടി ഒതുക്കി ഒപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആരാധ്യക്ക് ഇപ്പോഴും ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കമല മുറിയിലേക്ക് വന്നത്. സർ, എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഒരു പക്ഷെ ആരാധ്യ മോൻ ശരിക്കും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ ജീവിതത്തിൽ നിന്ന് ദൂരേക്ക് മാറിപ്പോയിക്കോളും. അവൾക്ക് നിങ്ങളോട് ഇപ്പോൾ അത്രയ്ക്ക് വെറുപ്പാണ്. നിങ്ങളുടെ കാരണം കൊണ്ടാണ് അവൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചത്. അവൾക്ക് നിങ്ങളുടെ ആവശ്യം ഏറ്റവും കൂടുതൽ ഉള്ള സമയത്താണ് നിങ്ങൾ അവളെ ഇട്ടേച്ചു പോയത്. ആദ്യം അവളുടെ സ്വന്തം കുടുംബം അവളെ ചതിച്ചു, പിന്നെ നിങ്ങളും. രുദ്രദേശത്തോട് അവളെ നോക്കി പറഞ്ഞു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ആരും ഉപദേശം തരേണ്ട ആവശ്യമില്ല. അവൾ എന്റെ ഭാര്യയാണ്, എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ ചത്താൽ പോലും അവളെ എന്നിൽ നിന്ന് അകറ്റാൻ ഞാൻ സമ്മതിക്കില്ല. കമല ഒട്ടും പേടിക്കാതെ മറുപടി കൊടുത്തു. നിങ്ങൾ ഈ പക്വത 7 മാസം മുമ്പ് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് കാര്യങ്ങൾ എത്രത്തോളം വഷളാകില്ലായിരുന്നു. നിങ്ങളുടെ കാരണം കൊണ്ടാണ് നിങ്ങളുടെ വൈഫ് ഇത്രയും വലിയ മാനസിക വിഷമം അനുഭവിച്ചത്. കുഞ്ഞു വളരെ വീക്കായി ജനിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത് കേട്ടതും രുദ്രയുടെ മുഖത്തെ ചോരയ്ക്ക് വറ്റിക്കൊണ്ടുപോയി. കമൽ ശാന്തമായി പറഞ്ഞു. ഞാൻ ഇതെല്ലാം എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഇനിയെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടെങ്കിലോ എന്ന് കരുതിയാണ്. രുദ്രൻ ദേഷ്യത്തോട് ആക്രോശിച്ചു. ഇപ്പോൾ തന്നെ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങിപ്പോകൂ. കമല മറുത്തൊന്നും പറയാതെ ശബ്ദയായ മുറിക്കക പുറത്തേക്ക് പോയി. രുദ്രൻ തലക്ക് കൈയും കൊടുത്ത് സോഫയിലേക്ക് ഇരുന്നു പോയി. അവന്റെ തോളുകൾ കുനിഞ്ഞു പോയിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു യുദ്ധത്തിൽ പരാജയപ്പെട്ടതുപോലെയാണ് അവന് തോന്നിയത്. അവൻ ഉടനെ തന്നെ ഫാമിലി ഡോക്ടറെ വിളിപ്പിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ ലേഡി ഡോക്ടർ വന്നു. വന്നയുടൻ തന്നെ അവന്റെ നേരെ ചൂടായി. നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഏതവസ്ഥയിലാണ് നോക്കുന്നത്? നിങ്ങൾക്ക് കുട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ ആ രാത്രി സമാധാനമായി ഉറങ്ങാമായിരുന്നല്ലോ. ഡോക്ടറെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ അവരെ നോക്കി. എന്നാൽ ഡോക്ടർ ഒട്ടും ഭയന്നില്ല. അവർ വളരെ ദൂരത്തിൽ തുടർന്നു. നിങ്ങളുടെ ഭാര്യ നന്നായി നോക്കണം. അവർക്ക് യാതൊരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാത്ത രീതിയിൽ വേണം നോക്കാൻ. അമ്മയും കുഞ്ഞും സുരക്ഷിതമായിരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അടുത്ത തവണ ഒരു കുഞ്ഞിനായി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭാര്യ വേണ്ടത് പരിപാലിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ എന്ന് ദയവായി ചിന്തിക്കും. അത്രയും പറഞ്ഞ് ഡോക്ടർ അവിടെ നിൽക്കാതെ പുറത്തേക്ക് പോയി. ഇത് എന്റെ വിധിയിൽ ചെറിയ ചെറിയ ആളുകൾക്കവരുടെ കയ്യിൽ നിന്ന് പോലും അപമാനം നേരിടണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. രുദ്രൻ വല്ലാതെ അസ്വസ്ഥനായി തലയാട്ടിക്കൊണ്ട് സ്വയം പുറപ്പെടുത്തു. അപ്പോഴാണ് അവന്റെ നോട്ടം ആരാധ്യയുടെ നേരെ പതിഞ്ഞത്. അവൾ ഇടയിടാതെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരാധ്യ ബോധത്തിലേക്ക് മടങ്ങി വന്നു. വളരെ താഴ്ന്ന ശബ്ദത്തിലാണെങ്കിലും അവൾ വളരെ വ്യക്തമായി പറഞ്ഞു. എനിക്ക് ഇവിടുന്ന് പോകണം. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. നീ ആ കരാറിൽ ഒപ്പുവെച്ചതാണ്. രുദ്രൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് മറുപടി നൽകി. ഞാൻ നിങ്ങളുടെ പണമെല്ലാം തിരികെ തരാം. ആ 50 ലക്ഷം രൂപയും പൂർണ്ണമായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നെത്തും, അവൾ പറഞ്ഞു. അത് കേട്ട് അവൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നുപോയി. പിന്നെ അവൻ പറഞ്ഞു. നീ എന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവളാണ്. ഇപ്പോൾ ഞാനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഞാൻ എന്റെ കുഞ്ഞിനെ ആയുഷ്കാലം മുഴുവൻ നന്നായി നോക്കിക്കൊള്ളാം. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ഞാൻ നിങ്ങൾക്ക് തരാം. നിന്നെ മാത്രം ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കൂ. ഈ വീടും നിങ്ങളും ഇവിടെ എനിക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞ് അവൾ തന്റെ തൊണ്ടയിൽ പിടിച്ചുകൊണ്ട് പേടിയോടെ കരയാൻ തുടങ്ങി. രുദ്ര പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്ന് അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഭാരതവന്റെ ഷർട്ടിൽ പിടിച്ച് വിങ്ങി വിങ്ങി കരഞ്ഞു. നിങ്ങൾ വളരെ മോശം മനുഷ്യൻ, ഒട്ടും ദയയില്ലാത്തയാൾ. ഐ ഹേറ്റ് യു. നിങ്ങൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. നിങ്ങളൊരു കല്ലഞ്ചനാണ്. രുദ്ര മിണ്ടാതെ അവളുടെ വാക്കുകളെല്ലാം കേട്ടുകൊണ്ടിരുന്നു. കാരണം ആരാധ്യ പറഞ്ഞ് തെറ്റല്ലെന്ന് അവനറിയാമായിരുന്നു. അവൻ ശരിക്കും അവളെ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ട്. അവന് പക്ഷാതാപമുണ്ട്. പക്ഷെ ഇപ്പോൾ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം? എനിക്ക് നിങ്ങളുടെ ആവശ്യം ഏറ്റവും ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ എന്നെ ഇട്ടിട്ട് എന്തിനാണ് പോയത്? ആരാധ്യ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ശരിയായ സമയം വരുമ്പോൾ ഞാൻ നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തരാം. തൽക്കാലം എന്റെ കയ്യിൽ ഉത്തരങ്ങളൊന്നുമില്ല, രുദ്ര വളരെ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഉത്തരം കിട്ടുമ്പോൾ മാത്രം എന്റെ അടുത്തേക്ക് വന്നാൽ മതി. തൽക്കാലം ഇവിടെ നിന്ന് പോകും. രുദ്ര എന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങും. എനിക്ക് നിങ്ങളുടെ മുഖം പോലും കാണണ്ട. ഹേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അടുത്തുണ്ടായിരുന്ന കഷൻ എടുത്ത് അവന്റെ നേരെ എറിയാൻ തുടങ്ങി.
ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും അവൾക്ക് ഒന്നിനെയും വീട്ടിലായിരിക്കുന്നു. കാരണം ഈ സ്വഭാവം ഇതിനകം തന്നെ അവൾക്ക് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മോശമായി സമ്മാനിച്ചു കഴിഞ്ഞിരുന്നു. രുദ്രയുടെ മുഖം ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും ചുവന്നു തുടുത്തു. ഒന്നും മിണ്ടാതെ അയാൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാൾ പുറത്തേക്ക് വന്നും സാത്വികദേവി ദേഷ്യത്തോടെ പറഞ്ഞു, നിനക്കെന്താ വട്ടാണോ? ജീവിതകാലം മുഴുവൻ ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അപമാനം വാങ്ങി ജീവിക്കാനാണോ നിന്റെ ഭാവം? നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഇനി മുതൽ നിങ്ങൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. പഴയ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയിക്കോണം. രുദ്ര വളരെ ഗൗരവത്തോടെ പറഞ്ഞു. എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നീ ആരാ? ഈ വീടിന്റെ മേൽ എനിക്കും അവകാശമുണ്ട്. സാത്വികദേവി ഉറക്കെ നിലവിളിച്ചു. ഈ വീട് എന്റെ പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ നിങ്ങളെ ഇവിടെ താമസിപ്പിച്ചത്. മുതിർന്നവരൊപ്പം ഉണ്ടായാൽ കുട്ടികൾക്ക് സ്നേഹവും സമാധാനവും കിട്ടുമെന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങൾ എന്റെ ജീവിതത്തിലെ സമാധാനം മുഴുവൻ കെടുത്തി കളഞ്ഞു. ഇതൊന്നും എന്റെ തെറ്റല്ല, നിന്റെ സ്വന്തം തെറ്റുകൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. സാത്വികദേവി തിരിച്ചടിച്ചു. നിങ്ങൾ ശരിക്കും ഇവിടെ പോകാനേ പാടില്ലായിരുന്നു. അവിടെ പോയ ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ആരുമായൊരു ബന്ധമില്ലാതെ നടന്നു. ഞാൻ മരിച്ചു പോയെന്ന് നിങ്ങൾ എല്ലാവരും ഉറപ്പിച്ചു കാണുമല്ലേ? രുദ്രപ്രതാപ ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു. ഞാൻ അവിടെ ജയിലായിരുന്നു. എന്റെ മേൽ കള്ളക്കേസ് ചുമത്തിയതാണ്. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട എന്ന് കരുതിയാണ് എന്റെ കൂട്ടുകാരൻ വഴി ഞാൻ സുരക്ഷിതാണെന്ന വിവരം മാത്രം അറിയിച്ചത്. പക്ഷെ ഞാൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇവിടെ ആഘോഷിക്കുകയായിരുന്നുവെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ യാതൊരു ദേശീകരണം തരാൻ താല്പര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളെടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്. സാവിത്രിദേവി അയാളുടെ രണ്ടാനമ്മയാണ്. അയാളുടെ സ്വന്തം അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയിരുന്നു. സാവിത്രിദേവിയുടെ സൗന്ദര്യത്തിൽ ആകർഷണനായ വീരേന്ദ്ര പ്രതാപ് അവളെ വിവാഹം കഴിക്കുകയായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. സാവിത്രിദേവി തന്റെ കൂട്ടുകാരന്റെ മകളെ രുദ്രപ്രതാപൻ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. പക്ഷെ ആ പെൺകുട്ടിക്ക് മറ്റൊരാളുമായി പ്രമേയമുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്നെ അവൾ ആ സത്യം രുദ്രയോട് തുറന്നു പറഞ്ഞു. അതുകൊണ്ട് അവളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ രുദ്ര ആഗ്രഹിച്ചില്ല. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവളുടെ കാമുകൻ അവളെ ഉപേക്ഷിച്ചു. അതോടെ അവൾ വീണ്ടും രുദ്രയോട് അടുക്കാൻ തുടങ്ങി. ഏതാണ്ട് ഒരു വർഷത്തോളം കാര്യങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് പോയി. തന്റെ മനസ്സിൽ സമാധാനം മാത്രം മതിയെന്ന് കരുതി രുദ്ര അവളുടെ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ശ്രമിച്ചു. പക്ഷെ അവന്റെ ഭാര്യയ്ക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു. അവൾക്കൊരു മകൻ ജനിച്ച് 1 വയസ്സായ ഉടനെ അവൾ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് വീണ്ടും തന്റെ പഴയ കാമുകന്റെ കൂടെ ഓടിപ്പോയി. ഈ തവണ രുദ്രയും ആ ബന്ധം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. അവൾക്ക് ഡിവോഴ്സ് പേപ്പറുകൾ അയച്ചു കൊടുത്തു. അവളും യാതൊരു മടിയുമില്ല അതിൽ ഒപ്പുവെച്ച് കുഞ്ഞിനെ രുദ്രയെ ഏൽപ്പിച്ചു പോവുകയും ചെയ്തു. അന്ന് മുതൽ രുദ്രക്ക് സ്ത്രീകളുള്ള വിശ്വാസം പാടെ നഷ്ടപ്പെട്ടു. എല്ലാ സ്ത്രീകളും ഒരുപോലെയാണെന്ന് അവൻ കരുതി. ഒരു സ്ത്രീ ഒരു പുരുഷന്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ തീർച്ചയായും എന്തെങ്കിലും സ്വാർത്ഥത കാണുമെന്ന് വിശ്വസിച്ചു. രുദ്രപ്രതാപന് ഇപ്പോൾ സ്ത്രീകളോട് ഒട്ടും വിശ്വാസമില്ല. ഏതൊരു പെൺകുട്ടിയും തന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് പുരുഷന്റെ അടുത്തേക്ക് വരുന്നതെന്നാണ് അവന്റെ ചിന്ത. അവന്റെ കണക്കുകൂട്ടൽ പ്രകാരം സ്ത്രീകളെ ഒരിക്കൽ നെഞ്ചിലേക്ക് സീരിയസ് ആയി എടുക്കരുത്. കാരണം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അന്ന് അവൾ പരിത്യജിക്കപ്പെടും. അവന്റെ ചിന്തകൾ എത്രത്തോളം മോശമായി മാറിക്കഴിഞ്ഞിരുന്നു എന്നാൽ സ്ത്രീകളെ വെറും ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ മാത്രമാണ് അവൻ ചിന്തിക്കാൻ തുടങ്ങി. പണം കൊടുക്കുക, ആവശ്യം തീർക്കുക, അത് കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ ഇല്ലാത്തതുപോലെ മറന്നേക്കുക. ഈ ഒരു കാരണം കൊണ്ടാണ് അവൻ പെൺകുട്ടികളോട് വെറുപ്പ് തോന്നിയത്. പക്ഷെ അവൻ ആദ്യമായി ആരാധ്യയെ കണ്ട മാത്രയിൽ തന്നെ താൻ അറിയാതെ അവളിലേക്ക് ആകർഷിക്കപ്പെട്ടു. ആരാധ്യ വളരെ ശാന്തയും നിഷ്കളങ്കയും അതോടൊപ്പം അതീവ സുന്ദരിയുമായ ഒരു പെൺകുട്ടിയാണ്. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് അവളെ വേറിട്ട് നിർത്തുന്ന പ്രധാന കാര്യം അവളുടെ സ്ട്രോങ് ആയ സ്വഭാവമാണ്. അവൾ കഴിഞ്ഞ 5 മാസമായി രുദ്രപ്രതാപിന്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അവൾ അവിടെ ആരുമായും അത്രയും കൂട്ടുകൂടില്ലായിരുന്നു. ആരുടെയും കൂടെ ഇരുന്ന് വെറുതെ കഥകൾക്ക് പറയുകയോ ആവശ്യമില്ലാതെ ചിരിച്ചു കളിക്കുകയോ ചെയ്യില്ല. അവൾ തന്റെ ജോലി എന്താണോ അത് മാത്രം നോക്കി ജീവിച്ചു. രുദ്രക്ക് അവളുടെ ഈ ഒരു സ്വഭാവമാണ് ഇതിൽ ഇഷ്ടപ്പെട്ടത്. ആരാധ്യ അപൂർവമായ ഒരു രത്നമാണെന്നും അവളെ തന്റെ കൈകളിൽ നിന്ന് വിട്ടുകളയതെന്നും അവന് തോന്നി. അന്നൊരു ദിവസം ആരാധ്യ തന്റെ അടുക്കൽ ഒരു ലോൺ ആവശ്യത്തിനായി വന്നപ്പോൾ തന്നെ അവളെ സ്വന്തമാക്കുന്ന രുദ്ര ഉറപ്പിച്ചു. അവൾക്ക് നേരിട്ടൊരു മാരേജ് പ്രപ്പോസൽ വെക്കാമായിരുന്നിട്ടും അങ്ങനെ നേരെ ചുവർ പോകുന്ന സ്വഭാവമല്ലായിരുന്നു. അതുകൊണ്ട് അവൻ വളരെ ബുദ്ധിപൂർവ്വം ഒരു കരാർ തയ്യാറാക്കി. എന്നാൽ ആരാധ്യ അഗ്രിമെന്റ് വായിച്ചു നോക്കുക പോലും ചെയ്യാതെ ഒപ്പുവെച്ചു. അങ്ങനെ അവൾ സ്വന്തം ജീവിതം തന്നെ വലിയൊരു കുടക്കിലാക്കി. അതിനുശേഷമാണെങ്കിൽ അവരുടെ ജ്യേഷ്ഠനും നാത്തനും അവളെ തനിച്ചാക്കി അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു. അതോടെ രുദ്രയുടെ നിബന്ധനകൾ അനുസരിക്കുകയല്ലാതെ ആരാധ്യയ്ക്ക് മുന്നിൽ വേറെ വഴികളില്ലാതായി. കാരണം അവൾക്ക് നൽകാനുള്ള ഇടവും പിന്തുണയും ലഭിച്ചിരുന്നത് ഇവിടെ മാത്രമായിരുന്നു. എന്നാൽ വീട്ടിലെത്തിയപ്പോഴാണ് അവൾക്ക് ആ കാര്യം മനസ്സിലായത്. എഗ്രിമെന്റിൽ വിവാഹത്തെക്കുറിച്ചും ഭാര്യ ഭർത്താക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല അവൾ അടുത്ത 5 വർഷത്തേക്ക് രുദ്രന്റെ കൂടെ തന്നെ ആ വീട്ടിൽ കഴിയണമെന്നായിരുന്നു. ഇതൊക്കെ അറിഞ്ഞതോടെ ആരാധ്യ ഉള്ളുകൊണ്ട് പൂർണ്ണമായും തകർന്നു പോയി. ചതിക്കുന്ന മനുഷ്യർക്ക് വലിയ ഭയവും അതോടൊപ്പം കറുത്ത വെറുപ്പുമായിരുന്നു. പക്ഷെ വിധി എപ്പോഴും അവളെ അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ കൊണ്ടെത്തിച്ചു. രുദ്രൻ ആദ്യമായി അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ അവളുടെ ഉള്ളിൽ പ്രത്യേകതരം ഭയം അസ്വസ്ഥയും തോന്നിയിരുന്നു. എന്നാൽ ആ നിമിഷം തന്നെ രുദ്രനൊരു കാര്യം മനസ്സിലായി. ആരാധ്യ ബാക്കി പെൺകുട്ടികളെ പോലെയെന്ന് വളരെ ശുദ്ധമുള്ള പവിത്രമായ പെൺകുട്ടിയാണ്. നീ തിരിച്ചറിവ് തന്റെ മനസ്സിനോട് ഒരു സമാധാനം നൽകി. എങ്കിലും തന്റെ പഴയ അനുഭവങ്ങൾ കാരണം രുദ്രപ്രതാപന് ആഗ്രഹമുണ്ടായിട്ടും അവളെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മറുഭാഗത്തായിട്ട് അവന്റെ ആദ്യത്തെ ഭാര്യ മകൻ യുവാന്റെ കേസിന് കസ്റ്റഡി
കേസ് ഫയൽ ചെയ്തു. ആ പ്രശ്നം തീർക്കാനാണ് അവൻ അമേരിക്കയിലേക്ക് പോയത്. എല്ലാം ശരിയാക്കി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചു വരണമെന്നും അതിനുശേഷം ആരാധ്യയുടെ ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്നുമാണ് അവൻ മനസ്സിൽ കരുതിയിരുന്നത്. പക്ഷേ ദൈവത്തിന്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു. അവൻ അവിടെ എത്തിയ ഉടൻ തന്നെ ആദ്യ ഭാര്യ അവനൊരു കള്ളക്കേസിൽ കുടുക്കി. അതോടെ അവൻ ഏതാണ്ട് 7 മാസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഈ 7 മാസം അവന്റെ സുഹൃത്ത് അവന് വേണ്ടി തെളിവുകൾ ശേഖരിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ നിരപരാധിയാണ് തെളിഞ്ഞ് പുറത്തേക്കിറങ്ങിയ തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യയിലേക്ക് തിരികെ പോന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം പാടെ മാറിപ്പോയി. തെറ്റ് ചെയ്തില്ലെങ്കിലും അയാൾ ഇപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ അയാൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ പോകുന്നതിന് മുമ്പ് ആരാധ്യയുടെ ഒരു വാക്ക് പോലും പറയാതിരുന്നതാണ്. അവിടെയാണെങ്കിൽ അയാൾക്ക് ആരെയും ബന്ധപ്പെടാൻ ഒരു സൗകര്യമില്ലായിരുന്നു. അയാളുടെ കൂട്ടുകാരനെ സംസാരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും നടന്നില്ല. ആരാധ്യ വിചാരിക്കുന്ന അയാൾ അവിടെ അടിച്ചു പൊളിച്ചിരിക്കുകയായിരുന്നാണ്. പാവത്തിന് അവിടുത്തെ യഥാർത്ഥ അവസ്ഥ ഒന്നും അറിയില്ലല്ലോ. ഇപ്പോൾ അവൾക്കാണെങ്കിൽ ഒന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയുമല്ല. എന്നാൽ വീട്ടിലെ ജോലിക്കാരെല്ലാം ഇപ്പോൾ അവളെ വളരെ ശ്രദ്ധയോടെ നോക്കുന്നത്. പണ്ട് അവളെ കളിയാക്കാൻ വെറുക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് ഇപ്പോൾ അവളെ നല്ലപോലെ കെയർ ചെയ്യുന്നത്. 2 ദിവസത്തിന് ശേഷം ഉത്തരപ്രദ അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ ആരാധ്യ കാര്യം തുറന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുക. അതൊരു ചെറിയ കുടിലാണെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ വീട്ടിൽ ഞാൻ ദൂരെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുക. ഇവിടുത്തെ ഓരോ സാധനങ്ങളും എന്നെ ഭയപ്പെടുത്തുകയാണ്. ഈ ചുവരുകൾക്കുള്ളിൽ എൻ്റെ ഓർമ്മകൾ എന്നെ ശ്വാസം മുട്ടിക്കുന്നതിന് ശേഷം അവനവളെ പതുക്കെ അമേരിക്കുന്നവരെയുള്ള ഒരു ഫാം ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ ചുറ്റും നല്ല ശാന്തയായിരുന്നു. അവിടെ സ്ഥലത്ത് ദേവിയിലെ പരാതികൾ പറയാൻ ആളുകളും പക്ഷെ മനസ്സിലൂടെ ഒരു കോണിരുന്നത് പ്രധാന ക്ഷമ ചോദിക്കണമെന്നും ആരാധ്യ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അയാൾ ഒരു ദിവസം തന്റെ മുന്നിൽ തല കുനിക്കുവാനും താൻ ചെയ്ത തെറ്റിന് സോറി പറയുമെന്നും അവൾ കരുതി. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഈ മനുഷ്യൻ കാരണമാണ് ഞാൻ ഇത്രയും മാസങ്ങൾ വേദന അനുഭവിച്ചത്, ഇത്രയും നിലകം കണ്ടത്. ഇപ്പോൾ അയാൾ ക്ഷമ ചോദിക്കാൻ പകരം സ്നേഹം കാണിച്ച് എല്ലാം ശരിയാകാമെന്ന് വിചാരിക്കുന്നു. കുറച്ചു കാര്യം കാണിച്ചാൽ ഞാൻ എല്ലാം മറക്കുമെന്നാണ് അയാളുടെ വിചാരം. എന്തൊരു ഭ്രമത്തിനാണ് ജീവിക്കുന്നത്. എന്നാൽ അവൾ തനിച്ചായിരിക്കുമ്പോൾ സ്വയം ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു, എനിക്ക് മനുഷ്യന്റെ ഇത്രയധികം ഉറപ്പ് തോന്നാൻ എന്താണ് കാരണം? യഥാർത്ഥത്തിൽ ആരാധിക രുദ്രപ്രതാപന് കടുത്ത ഉറപ്പായിരിക്കണം ഉണ്ടാകിയിരുന്നത്. അവൾക്ക് അയാളോട് മുഖം കാണിക്കുന്നത് പോലും ഇഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, എല്ലാ ദിവസവും രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ അവളുടെ ആദ്യത്തെ ചിന്ത അയാളെ കുറിച്ചായിരുന്നു. ഓരോ നിമിഷവും അയാൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ മനുഷ്യൻ തന്റെ മനസ്സിനെയും തലച്ചോറിനെ ഇത്രമാത്രം സ്വാധീനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് അവളോട് തന്നെ മടുപ്പ് തോന്നി. അന്നും അവൾ ദേഷ്യത്തോടെ ഉള്ളിൽ സ്വയം ഉറക്കെ സംസാരിക്കുകയായിരുന്നു. അവൾ പറഞ്ഞിട്ട് പ്രതാപ കേട്ടു. അയാൾക്ക് ആരാധ്യയുടെ മനസ്സിലെ സത്യസന്ധത കണ്ടപ്പോൾ അവളോടുള്ള ബഹുമാനം അദ്ദേഹത്തിന് പിന്നെയും കൂടി. അവളുടെ മനസ്സിലുള്ള എല്ലാ പരാതികളും വിഷമങ്ങളും തീർത്തു കൊടുക്കണമെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു. താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും കയ്യിലുള്ളപ്പോൾ തന്നെ അവളോട് ക്ഷമ ചോദിക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ ആരാധിക്ക തന്നെ ക്ഷമിക്കില്ലാതെ വേറെ വഴിയിലല്ലോ. അദ്ദേഹം എല്ലാ തെളിവുകളും കൊണ്ട് അവളുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോഴും ആരാധ്യയുടെ ദേഷ്യം ഒട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനി എന്താ എപ്പോഴെങ്കിലും എന്നോട് ക്ഷമിച്ചുകൂടെ? അതാ നോക്കൂ, ഞാനെല്ലാം തെളിയിച്ചില്ല. ഇതിൽ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവളുടെ ചുറ്റും നടക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ ആരാധ്യയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. നിങ്ങൾ കാരണമാണ് ഞാൻ ഇത്രയും മാസങ്ങൾ കഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഞാൻ അതെല്ലാം അങ്ങനെ പെട്ടെന്ന് മറക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? വൃദ്ധയുടെ കണ്ണുകൾ തുറച്ചുകൊണ്ട് വളർച്ചമായിട്ട് പറഞ്ഞു, പ്ലീസ് ദയവായി ചെയ്ത് കരയരുത്. നീ കരുതി എനിക്ക് കാണാൻ കഴിയില്ല. ആരാധേശത്തോടെ പറഞ്ഞു, നിങ്ങൾ എന്നെ 7 മാസമാണ് കരയിച്ചത്. വൃദ്ധ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, അങ്ങനെയാണെങ്കിൽ നീ എന്നെ 7 വർഷം കരയിച്ചു. പക്ഷെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ആരാധ്യ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടതല്ലേ 7 മാസത്തേക്ക് എന്തുവരെ നിങ്ങളുടെ മുഖം പോലും ഞാൻ കാണില്ലെന്ന്. ഇപ്പോൾ നേരത്തിന് ഇവിടുന്ന് പോകൂ. രുദ്ര പെട്ടെന്ന് ചോദിച്ചു. അതായത് 7 മാസം കഴിഞ്ഞ് നീ എന്നോട് ക്ഷമിക്കുമല്ലേ? ആരാധ്യ മുഖം തിരിച്ചു പിടിച്ചു പറഞ്ഞു, അതെ, അപ്പോൾ ഇതിനെപ്പറ്റി ആലോചിക്കാം. ഇപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പോയി. വൃദ്ധ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ആരാധ്യ അത്ഭുതത്തോടെ കണ്ണോകുന്നൊരു ലുക്ക് തന്നെ നോക്കി നിന്ന് പോയി. ഇതൊരു വിചിത്ര മനുഷ്യനാണ്. എന്നെ നിർബന്ധിച്ച് സമ്മതിപ്പിക്കാനും വീഴത്താനും നിൽക്കേണ്ടതിന് പകരം വിടന്നു പോയല്ലോ എന്നവൾ മനസ്സിൽ വിചാരിച്ച് പോയത്. അതിനുശേഷം സ്വയം പുറത്ത് പോയാൽ പോയി, എനിക്കെന്താ? പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആരാധ്യ അയാൾക്ക് ഫോൺ ചെയ്തൊരു 1 കോടി രൂപ ആവശ്യപ്പെട്ടു. ഇത്രയും പണം നീ എന്ത് ചെയ്യാനാണ്? യുദ്ധപ്രത അത്ഭുതത്തോടെ ചോദിച്ചു. ആരാധ്യ വളരെ കൂളായി പറഞ്ഞു, നിങ്ങൾ പണം അയക്കുന്നുണ്ടല്ലോ, നീ നിന്റെ അക്കൗണ്ടിൽ നിന്ന് ചെക്ക് ചെയ്തു നോക്കുക, പണം ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ആരാധ്യയുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കുട്ടികൾ ജനിച്ചതിന് ശേഷം അവരെയും കൂട്ടി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ദൂരൊക്കെ എന്നേക്കുമായി പോകണം. കുറച്ച് സമയത്തിന് ശേഷം അവൾ വീണ്ടും പറഞ്ഞു, പറ്റുമെങ്കിൽ ഒരു 50 ലക്ഷം കൂടി അയക്കും. ഹൃദയപൂർവ്വം ഉയർത്തിയപ്പോൾ നീ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട്. ആരാധ്യ ഒട്ടും മടയില്ലാതെ മറുപടി നൽകി, ഞാൻ എൻ്റെ അവകാശങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. നിങ്ങൾ എനിക്ക് തന്ന കഷ്ടപ്പാടുകൾ കണക്ക് പറയേണ്ടി വരും. അതറിയാമല്ല. രുദ്ര വളരെ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. ശരിയാഴ്ച ചെക്ക് ചെയ്തു. ആരാധ്യ അക്കൗണ്ട് നോക്കിയിട്ട് ഓക്കെ, പണം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ഉടൻ തന്നെ ഫോൺ കട്ട് ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം ആരാധ്യ 2 സുന്ദരന്മാരെ ഇരട്ട കൊടുത്ത് ജന്മം നൽകി. 2 രാത്രികൾക്ക് മുമ്പ് വരെ കുട്ടികളുടെ മുഖം പോലും കാണിക്കില്ലെന്ന് പറഞ്ഞ് ഞാൻ രുദ്രയെ ഭീഷണിപ്പെടുത്തിയിരുന്നതാണ്. എന്നാൽ ഇന്ന് കാര്യങ്ങളാകെ മാറി മറിഞ്ഞിരിക്കുന്നു. രുദ്ര തന്റെ 2 കുട്ടികളെയും ഇടയിലെടുത്ത് സ്നേഹത്തോടെ വീണ്ടും വീണ്ടും മുഴക്കുകയാണ്. ആരാധ്യ അവനെ നോക്കിക്കൊണ്ട് വളരെ ശാന്തമായി പുഞ്ചിരിക്കുകയായിരുന്നു. മറ്റുള്ളവരുടെ ശ്രദ്ധ മുഴുവൻ ആ ചെറിയ കുട്ടികളാണ്. യുവാൻ തിരിച്ചറിഞ്ഞു. പിന്നെ ഒന്ന് നോക്കിയില്ല. അവൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അടുത്ത നിമിഷം തന്നെ ആരാധ്യ യുവാന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ മടിയിലെടുത്ത് ബാക്കി 2 കുട്ടികളെയും മാറ്റി നിർത്തി യുവാനെ മാത്രം തലയിൽ കണ്ടു തുടങ്ങി.
എൻ്റെ പൊന്നുകുട്ട, എൻ്റെ നല്ല മോനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കവിളുകൾ മാറി മാറി ഉമ്മ വെച്ചു. തൻ്റെ ഇരട്ട കുട്ടികളെ പോലും വകവെക്കാതെ അവൾ യുവാനെ ആശ്വസിപ്പിക്കാൻ തിരക്കിലായി. ഇത് കണ്ട് ഹൃദയസ്മൃതിയൊന്ന് പുഞ്ചിരിച്ചു. സമാധാനം, സ്നേഹം നിറഞ്ഞ ഇങ്ങനെ ഒരു ചെറിയ സന്തോഷമുള്ള കുടുംബമായിരുന്നു അവൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. ഒരു വലിയ സെലിബ്രിറ്റിയോ ബിസിനസ് ഉമ്മനുണ്ടായോ കല്യാണം കഴിക്കണമെന്ന് അവന് ഒരിട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. രുദ്രപ്രതാപിന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും വലുതായിരുന്നില്ല. തികച്ചും ലളിതവും ശാന്തമായ ഒരു ജീവിതം മാത്രമാണ് അനുഭവിച്ചത്. അവന് വേണ്ടിയിരുന്ന കപടതയില്ലാത്ത സ്നേഹമുള്ള വിശ്വസ്തയായ ഒരു പെൺകുട്ടി മാത്രമായിരുന്നു. അത് ആരാധയുടെ രൂപത്തിൽ അവന് ലഭിക്കുകയും ചെയ്തു. അവൻ പൂർണ്ണമായി മാറിപ്പോയിരുന്നു. രുദ്ര തന്റെ പഴയ തെറ്റുകളെല്ലാം അവസാനിപ്പിച്ചു. കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് അവൻ സ്വയം പ്രതിജ്ഞ ചെയ്തു. അവൻ ശരിക്കും അവൾക്ക് വേണ്ടി മാറി. മറുവശത്ത് ആരാധയും തന്റെ കുട്ടികൾക്കും കുടുംബത്തിന്റെ സന്തോഷത്തിനും വേണ്ടി ഭർത്താവിനോട് ക്ഷമിച്ചു. അവളുടെ ഇപ്പോൾ സമാധാനം, സ്നേഹമുള്ള ഒരു ജീവിതം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഈ മനുഷ്യൻ എത്രത്തോളം ഓർക്കാൻ ശ്രമിച്ചാലും അയാളിൽ നിന്ന് അകന്നു ജീവിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. വൃദ്ധ വിചാരിച്ചതുപോലെ ജീവിതം എപ്പോഴും ശരിയായ വഴിയിലേക്ക് വരികയാണ്. പക്ഷെ ഒരു കാര്യം മാത്രം അവൻ പ്ലാൻ ചെയ്ത് തികച്ചു വെറുതെവാൻ സംഭവിച്ചത്. അവൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികൾ സ്നേഹത്തോടുകൂടി അവൻ്റെ അടുത്തേക്ക് വരില്ല. പകരം പരസ്പരം തല്ലുപൊടി മുടുക്ക് പിടിച്ച് വരച്ചും കൊണ്ടാണ് അവൻ്റെ അടുത്തേക്ക് വരുന്നത്. പോരാത്തിന് അവരുടെ ആദ്യം ഉറക്കി വെച്ച് വെക്കുന്നുമുണ്ട്. ആ രണ്ട് ആൺകുട്ടികളും വലുപ്പത്തിൽ മാത്രം കുട്ടികളാണ്. പക്ഷെ അവരെ പോലെ തന്നെ ഭയങ്കര കുസൃതിയും കൃതിയും. ആരാധയെ ഒരുപാട് ശല്യം ചെയ്യുമ്പോഴെല്ലാം അവൾ അവരെ എടുത്ത് തന്റെ രുദ്രയുടെ മുകളിലേക്ക് ഇട്ടുകൊണ്ട് ദേഷ്യത്തോടെ പറയും, ഏത് ദിവസമാണ് ഇവരുടെ ഈ കുസൃതികൾ നിങ്ങൾ സഹിക്കുന്നത്? അന്ന് മാത്രമേ എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾക്ക് അനുവാദമുള്ളൂ. അതുവരെ എൻ്റെ അടുത്തേക്ക് വരരുത്. ആ വേശ്യനൊക്കെ മുന്നിൽ രുദ്ര ഒന്നും മിണ്ടാതിരിക്കുമായിരുന്നു. വീണ്ടും രാത്രിയാകുമ്പോൾ അവൻ അവളെ തന്റെ കൈകൾ ചേർത്ത് പിടിച്ച് സമാധാനം കണ്ടെത്തുമായിരുന്നു. മനുഷ്യന്മാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവൻ ഇതുവരെ ആരാധ്യയുടെ സോറി പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആരാധ്യക്ക് അവൻ്റെ മാപ്പപേക്ഷയുടെ ആവശ്യമൊന്നുമില്ല. അവൾ അവൻ്റെ തെറ്റുകളെല്ലാം എന്തോ മനസ്സറിഞ്ഞ് ക്ഷമിച്ചു കഴിഞ്ഞു. അവൾ രുദ്രയോട് പറയുകയും ചെയ്തു, ലൈഫിൽ എപ്പോഴെങ്കിലും അവൻ വീണ്ടും എൻ്റെ മുന്നിൽ വരികയാണെങ്കിൽ ഞാൻ പഴയതുപോലെ തന്നെ വളരെ നോർമലായി പെരുമാറും. എന്തൊക്കെയായാലും അവൻ എൻ്റെ സ്റ്റേഷനല്ലേ. ആ ബന്ധം എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇപ്പോൾ അവനെ പോയി കാണണം എന്നൊക്കെയുള്ള യാതൊരു താല്പര്യവും അവൾക്കില്ല. അത് കേട്ടപ്പോൾ രുദ്ര സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ഒതുക്കി. ആരാധ്യയും കണ്ണുകളടച്ചു. കാരണം ഇപ്പോൾ അവൾക്ക് യഥാർത്ഥ സമാധാനം നൽകാൻ കഴിയുന്നത് രുദ്രപ്രതാപന് മാത്രമാണ്.